അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് അഴുകൽ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഏലച്ചെടികൾക്ക് നല്ല രീതിയിലുള്ള രോഗബാധ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ് അഴുകൽ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധിയുമായിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഉൽപ്പന്നം നമ്മുടെ ICRൻ്റെ കോഴിക്കോട് ICRൻ്റെ ട്രൈക്കോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇത് പ്രേക്ഷകർ നമ്മൾ പുളിയമലയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കർഷക സുഹൃത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് പ്രേക്ഷകർ ഇത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രൈക്കോ ക്യാപ്പ് എന്ന് പറയുന്നത് ഇത് ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ഒരു മരുന്നാണ്. ഏലത്തിൻ്റെ അഴുകലിന് ഏറ്റവും കൂടുതൽ നല്ല പ്രതിവിധി ലഭിക്കുന്ന ഒരു മരുന്നാണിത്. അപ്പോൾ നമുക്കിത് ഈ ഒരു രൂപത്തിലാണ് ഇത് കിട്ടുന്നത്. ഒരു ടിന്നിൽ 5 ക്യാപ്സ്യൂളുകളാണ് നമുക്കുള്ളത്. അപ്പോൾ വളരെ നല്ല പാക്കിങ്ങോടുകൂടി പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടാണ് അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ അവർ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ് നമ്മുടെ ഈ ICRൻ്റെ ഈ ഒരു ട്രൈക്കോ ക്യാപ്പ് നമ്മുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അഴുകലിന് ഏറ്റവും നല്ലൊരു പ്രതിവിധിയുമായിട്ടാണ് ഈ ഒരു ട്രൈക്കോ ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഇതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ അഴുകൽ രോഗത്തിലുള്ള ഈ ഒരു മരുന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം, ഇപ്പോൾ ഇന്നാണ് നമ്മൾ ഇത് കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു ക്യാപ്സ്യൂൾ ഇടണം. അത് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിൽ വേണം അത് കൂട്ടാനായിട്ട്. നമ്മൾ മരുന്നടിക്കാൻ നേരം 200 ലിറ്റർ വെള്ളത്തിൽ കൂട്ടി വളരെ കൃത്യമായിട്ട് ഇത് ഏലച്ചെടിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ 7 മുതൽ 10 ലിറ്റർ വരെ ഒരു ഏലച്ചെടിയുടെ ചുവട്ടിൽ നമുക്കിത് ഒഴിക്കാവുന്നതാണ്, ചേർത്തടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നമുക്ക് ലഭിക്കുന്നത് 5 ക്യാപ്സ്യൂളുകളാണ്. ഒരു കുപ്പിയിൽ 5 ക്യാപ്സ്യൂളുകളാണ് നമ്മൾ ലഭിക്കുക. അപ്പം മൊത്തത്തിൽ ഈ ഒരു കുപ്പി കൊണ്ട് തന്നെ നമുക്ക് 1000 ലിറ്ററിനുള്ള ക്യാപ്സ്യൂളുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഒരു ക്യാപ്സ്യൂളിന് 120 രൂപയാണ് വരുന്നത്. അപ്പം 5 ക്യാപ്സ്യൂളിന് 600 രൂപയാവും. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. ഇനി മറ്റൊരു മാർഗ്ഗം ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഈ ക്യാപ്സ്യൂള് നേരെ 2ആയിട്ട് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടാൽ മതി. അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും നല്ലൊരു അഴുകൽ രോഗത്തിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മുടെ അഴുകൽ രോഗത്തിന് ആദ്യം പറഞ്ഞ ഈ ഒരു മാർഗ്ഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ടുള്ള നമ്മുടെ അഴുകൽ രോഗത്തിനുള്ള പ്രതിവിധിയാണ് ഇനി പറയാൻ പോകുന്നത്. COC 300 ഗ്രാം, ഹെക്സാ 100 മില്ലി, അക്കോമിൻ 300 മില്ലി. അപ്പോൾ ഇവ മൂന്നും ചേർത്ത് 200 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെടിയുടെ ചുവട്ടിൽ 7 മുതൽ 10 ലിറ്റർ വരെ അടിച്ചു കൊടുത്താൽ അഴുകൽ രോഗത്തിനുള്ള മറ്റൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ 2 മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് ചെറിയ ഉപയോഗത്തിനൊക്കെ ആണെങ്കിൽ, ചെറിയ രീതിയിലുള്ള അഴുകലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ സിംഗിളായിട്ടൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം പറഞ്ഞു തരാം. 1 കിലോ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3 കിലോ കുമ്മായവും ചേർക്കുക. 1 കിലോ മഞ്ഞൾപ്പൊടി, 3 കിലോ കുമ്മായം ഇവ മിക്സ് ചെയ്ത് 50 ഗ്രാം വീതം ഒരു ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുക. 50 ഗ്രാം ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. 50 ഗ്രാം വീതം ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും മിക്സ് ചെയ്ത്. അപ്പോൾ ചെടിയുടെ വലിപ്പം അനുസരിച്ച് 50 ഗ്രാം 100 ഗ്രാം എന്നുള്ള രീതിയിലൊക്കെ പോവാം. പക്ഷേ 50 ഗ്രാം മതിയാവും സാധാരണ ചെടികളൊക്കെ ആണെങ്കിൽ. 1 കിലോ മഞ്ഞൾപ്പൊടിയും 3 കിലോ കുമ്മായവും ചേർത്ത് 50 ഗ്രാം ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മുടെ ഏലത്തിൻ്റെ അഴുകലിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനമുള്ള ഒരു കടുത്ത ഒരു പ്രയോഗം പറയുകയാണ്, മെറ്റലാക്സിഡ്. ഒരു രീതിയിൽ നമ്മുടെ ഏലകൃഷി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഏറ്റവും അവസാനത്തെ ഒരു വഴിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മെറ്റലാക്സിഡ് തന്നെ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. മെറ്റലാക്സിഡ് തന്നെ 200 ലിറ്റർ വെള്ളത്തിൽ ചേർന്ന് അടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് അറസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതിവിധിയും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് COCയും കൂടി ചേർത്ത് അടിച്ചു കൊടുക്കാവുന്നതാണ്, വേണമെങ്കിൽ മാത്രം. അപ്പോൾ മെറ്റലാക്സിൻ്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അഴുകലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത്രയും മാർഗ്ഗങ്ങളാണ് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള മഴ സമയത്ത് നമ്മുടെ ഏലകൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ.